5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്ന് പറയുന്ന സ്ഥലത്ത് വെളിവിളാകം ക്ഷേത്രത്തിന് സമീപമുള്ള അഷ്ടപതി എന്ന് പറയുന്ന വീട്ടിൽ 4 പേർ ഇന്നലെ ആത്മഹത്യ ചെയ്തു. രാവിലെ കെട്ടിത്തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് രാജേഷ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ബാങ്കിലെ ജീവനക്കാരൻ, നിയമസഭയിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക ജീവനക്കാരി ഭാര്യ, 2 മക്കൾ, ബിടെക്കിന് പഠിക്കുന്ന ഒരു കുട്ടി, IT പഠിക്കുന്ന മറ്റൊരു കുട്ടി, 2 ആൺകുട്ടികളാണ്. 4 പേർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. വീട്ടുകാരും നാട്ടുകാരുമൊക്കെ ബന്ധുമിത്രാദികളൊക്കെ പറയുന്നത് ചെറിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ഇതിലേതോ മകന് ആക്സിഡന്റ് എന്തോ പറ്റി, അതിന്റെ ചികിത്സാ ചെലവുമുണ്ട്, പിന്നെ വീട് വെച്ചതിലൊക്കെ ചെറിയ കടമുണ്ട്. മലയാളി ആത്മഹത്യകൾ ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങിയാൽ പിന്നെ പ്രതിസന്ധികളുടെ പൂരമായിരിക്കും. മിക്കവാറും ആളുകളൊക്കെ ഇടത്തര ഫാമിലികളൊക്കെ, കുടുംബങ്ങളൊക്കെ വീട് വെച്ചത് ലോൺ എടുത്തായിരിക്കും, വാഹനങ്ങൾ വാങ്ങുന്നത് ലോൺ എടുത്തായിരിക്കും, ചികിത്സ ചെയ്യുന്നത് ലോൺ എടുത്തായിരിക്കും, ചെറിയ ചെറിയ കടങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയൊന്നും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇടത്തരം കുടുംബങ്ങളിൽ, മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും ഇതൊരു നിത്യ കാഴ്ചയാണ്. പക്ഷെ അതിന് ആത്മഹത്യ ചെയ്യുമോ? ദുരൂഹമായ ഒരുപാട് കാര്യങ്ങളാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. അവർ താഴ്ന്ന പൊക്കത്തിലാണ് ആത്മഹത്യ കെട്ടി നിൽക്കുന്നത്. 4 പേർ അങ്ങനെ കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരേ സമയം 4 പേരും ആത്മഹത്യ ചെയ്യുമോ? 4 പേരും ഒരേ സമയം മരിക്കുമോ? അതോ ഒരാൾ ഓരോരുത്തരായിട്ട് കൊന്ന് കെട്ടിത്തൂക്കിയതാണോ? ഇത് വലിയ ചോദ്യങ്ങളാണ്. 4 പേരും മരണത്തോട് നമുക്കൊരു ആവേശമുണ്ടായി മരിക്കാമെന്ന് പറയുന്നത് വിഷമൊന്നും കഴിക്കുന്ന പോലെയല്ല. വിഷം കഴിക്കുകയാണെങ്കിൽ ഒരേ സമയം 4 പേർക്ക് വിഷം കഴിക്കാം. ഗുളികകളോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നവരുണ്ട്. അതേസമയം കെട്ടിത്തൂങ്ങുക എന്ന് പറയുന്നത് ഒരേ സമയം 4 പേരും കെട്ടിത്തൂങ്ങുക, 4 പേരും മരിക്കുക, അത് പിന്നെ ഒരാളിന്റെ ശബ്ദം പോലും പുറത്തു വരാതിരിക്കുക. സ്വാഭാവികമായിട്ട് ബഹളം ഉണ്ടാക്കുമല്ലോ. കെട്ടിത്തൂങ്ങുമ്പോൾ ഒരു ബഹളവും ശബ്ദവും ഒക്കെ ഉണ്ടാകും ഒരാൾ തൂങ്ങുമ്പോൾ. അതൊന്നും പുറത്തു വരാതിരിക്കുക, 4 പേർ മരിക്കുക. വലിയ ദുരൂഹതയാണ് അതിനകത്തുള്ളത്. ദുരൂഹത അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദുരൂഹത പറയാനല്ല, അത് പോലീസ് കണ്ടെത്തട്ടെ. പോലീസിന്റെ ജോലിയാണ് ദുരൂഹതയും ഇനി ഏതെങ്കിലും തരത്തിൽ കൊലപാതകമാണോ എന്നൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പോലീസിന്റെയും നമ്മുടെ നിയമ സംവിധാനത്തിന്റെയും അന്വേഷണ വിഭാഗത്തിന്റെയൊക്കെ ജോലിയാണ്. ഞാൻ പറയുന്നത് കേരളം എത്തി നിൽക്കുന്ന മറ്റൊരു സാമൂഹ്യ പശ്ചാത്തലമാണ്, ഒരു സാംസ്കാരിക പശ്ചാത്തലമാണ്. ഇവിടെ ഒരു സമ്പന്ന വർഗം ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് എന്നുള്ളതിൻ്റെ നഗ്ന ചിത്രമാണ്, നേർചിത്രമാണ്. മരിക്കാൻ വരെ തയ്യാറായിക്കൊണ്ടാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുഞ്ഞു കാര്യങ്ങൾ പോലും, ഒരു ലോൺ എടുത്തു, അടയ്ക്കാൻ കഴിഞ്ഞില്ല, അത് ബ്ലേഡിൽ നിന്നുള്ള ലോൺ ആണെങ്കിൽ നിർബന്ധമായി അവരിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാവും. ബാങ്കുകാർ മോശമല്ല, അവർ ആളും തരവും കണ്ടു തന്നെയാണ് പ്രഷർ ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ള മുതലാളിയെ ചിലപ്പോൾ ഒന്നും ചെയ്യത്തില്ല. ചില കേസുകൾ അവർ എഴുതി തള്ളും. രാജ്യത്ത് തന്നെ വൻകിട കോർപ്പറേറ്റുകളുടെയും വൻകിട കമ്പനികളുടെയും ഒക്കെ ലോണൊക്കെ എഴുതി തള്ളുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഭരണ വ്യവസ്ഥകളിലുള്ളവർ തന്നെ. അപ്പോൾ അത് ഒരു വശത്ത് നടക്കും. സമ്പന്നനാണെങ്കിൽ അവരെ അടുത്ത് എത്ര ലോൺ എടുത്തിട്ടുണ്ടെങ്കിലും ആരും പോയി പിടിക്കാൻ പോകുന്നില്ല. ഒരു ഇടത്തരക്കാരനാണെങ്കിൽ, ആ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്തവനാണെങ്കിൽ, അവരെ വീട്ടിൽ ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോയി ലോൺ അവരെ പിടിച്ചെടുക്കാനും ഒക്കെ നമുക്ക് വലിയ ആവേശമാണ്. നെയ്യാറ്റിൻകരയിലെ രാജൻ എന്ന് പറയുന്ന 3 സെന്റിൽ താമസിച്ചിരുന്ന ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഷർട്ട് പോലും ഇടാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, ഞാനൊന്ന് ഭക്ഷണം കഴിച്ചോട്ടെ, അരമണിക്കൂറിനകത്ത് എനിക്ക് സ്റ്റേ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ, അരമണിക്കൂറല്ല, നീ ഉടൻ തന്നെ വാടാ എന്നൊക്കെ വിളിച്ച് പോലീസ് ബഹളം ഉണ്ടാക്കി. തഹസിൽദാർ ഓഫീസിൽ നിന്നൊക്കെ വന്നവർ, കോടതിയുടെ ആമീനും ഒക്കെ വന്ന് വലിയ ബഹളം ഉണ്ടാക്കി. അവസാനം രാജൻ മണ്ണെണ്ണ ഒഴിച്ച് രാജനും ഭാര്യയും ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. തന്നെക്കാൾ തങ്ങൾക്ക് കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വീട് വെക്കും, സ്വാഭാവികമായിട്ട് വെക്കും. അയൽവക്കത്തുള്ളവരും നാട്ടുകാരും ബന്ധുമിത്രാദികളും പണമുള്ളവർ പല വീട് വയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ ആവേശം പോകും. പലരും വലിയ കാർ വാങ്ങുമ്പോൾ, വാഹനങ്ങൾ വാങ്ങുമ്പോൾ നമുക്കും അങ്ങനെ തോന്നും. കാരണം ഇതൊരു ചാക്രിക വ്യവസ്ഥയാണ്. ഒരാൾ ചെയ്യുന്ന കാണുമ്പോൾ മറ്റൊരാളിന് തീർച്ചയായിട്ടും അതിൽ ആവേശമുണ്ടാകും. പ്രത്യേകിച്ച് ബന്ധുമിത്രാദികളിൽ ആരെങ്കിലും ഒരു ബന്ധു ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കും തോന്നും, നമുക്ക് വലിയ വീട് വെക്കണം, വലിയ കാർ വാങ്ങണം, വലിയ രീതിയിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കാനുള്ള പണമില്ലാതെ വരുമ്പോൾ കടം വാങ്ങും, ലോൺ എടുക്കും. അതൊന്നും സമയത്ത് തിരിച്ചടയ്ക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും. അവരെല്ലാം ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ടാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ ഒരു ആത്മഹത്യയുടെ നാടായി കേരളം മാറില്ലേ? തീർച്ചയായിട്ടും വലിയ ചോദ്യങ്ങളാണ് വക്കത്ത് നിന്നുള്ള ഈ ആത്മഹത്യയിലൂടെ പുറത്തു വരുന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായും ഇതും സമൂഹം ചർച്ച ചെയ്യണം. ഞാൻ 2 ആംഗിളിലാണ് ഈ വിഷയത്തെ കാണുന്നത്. ഒന്ന്, അവർ ആത്മഹത്യ ചെയ്യാൻ, ഒരു ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, അതോ ഇതിൽ ഒരു അഞ്ചാമനുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.
രണ്ടാമത്തെ ചോദ്യം, ഇവരെ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന നിലയിൽ ഇവരുടെ കടവും മറ്റുമൊക്കെ കൃത്യമായി തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും സമ്മർദ്ദപ്പെടുത്തിയിട്ടുണ്ടോ? ടെലിഫോൺ കാളുകളും മൊബൈലും ഒക്കെ നന്നായി പരിശോധിക്കേണ്ടതുണ്ട്. തലേ ദിവസം ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് പോയിട്ടുണ്ടോ? സമ്മർദ്ദപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ പ്രഷർ ചെയ്ത് പണം വാങ്ങുന്നതിനും വന്നിട്ടുണ്ടോ? നോട്ടീസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ബാങ്കിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? ഇവർ ബ്ലേഡ് കമ്പനി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നോ ദല്ലാളിന്മാരിൽ നിന്നാണോ പണം വാങ്ങിയതെങ്കിൽ അവരുടെ ഫോൺ വന്നിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന, ഈ തൂങ്ങി മരിച്ചു എന്ന് പറയുന്നതിന്റെ മറ്റ് സാഹചര്യങ്ങൾ, ഇതെല്ലാം ഒരു വശത്ത് പരിശോധിക്കപ്പെടണം. മറുവശത്ത് ഞാൻ ഈ പറഞ്ഞ സാമൂഹ്യ സാഹചര്യമുണ്ടല്ലോ, മലയാളിയുടെ ആത്മഹത്യാ നിരക്ക് കൂടുന്നതിന്റെ സാഹചര്യം, ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് കൂടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ മുന്നിലാണെന്ന് പറയുമ്പോഴും ആത്മഹത്യാ നിരക്കിന്റെ കാര്യത്തിൽ വലിയ റെക്കോർഡാണ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആത്മഹത്യകളുടെ നിരക്ക് നോക്കുമ്പോൾ ഒന്നുകിൽ ബലാത്സംഗം, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ, ലൈംഗികത പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കടം, ഇതാണ് വളരെ പ്രധാനമായി. സാമ്പത്തിക ബാധ്യത, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഇത് വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെ ബാധ്യതകൾ ഉണ്ടെങ്കിൽ, സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ, ആ ബാധ്യതയുള്ളവരെ പരസ്പരം സഹായിക്കാൻ സമൂഹവും ധനകാര്യ സ്ഥാപനങ്ങളും സർക്കാരും ഒക്കെ തയ്യാറായില്ലെങ്കിൽ ഇനിയും വക്കം പോലുള്ള അഷ്ടപതിയിൽ ഇപ്പോൾ സംഭവിച്ചെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ ഈ നാടിൽ മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും, ഓരോ കൊലപാതകവും മരണവും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സൂചകങ്ങളാകണം. നമുക്ക് പഠിക്കാൻ കഴിയണം അതിൽ നിന്ന് പാഠം. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാം ഒന്നും പഠിക്കുന്നില്ല. നൈമിഷികമായ വൈകാരിക വാർത്താ മാധ്യമങ്ങൾക്കുള്ള വാർത്തകൾ എന്നതിനപ്പുറം നമ്മൾ മറ്റൊന്നും ഇതിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. പരിസ്ഥിതി തന്നെ വ്യത്യസ്തമായി പോകുന്നു. കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റമുണ്ടാകുന്നു. മനുഷ്യന്റെ മനസ്സുകളിലും വലിയ സംഘർഷത്തിലേക്കാണ് പോകുന്നത്. തീർച്ചയായും പുതിയ ലോകത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വൻകിട സംവിധാനങ്ങൾ കടം വാങ്ങിയും ലോണെടുത്തുമൊക്കെ ചെയ്ത് അതിനകത്ത് കെട്ടിത്തൂങ്ങി മരിക്കലല്ല എന്ന് മലയാളി എന്നാണ് ഇനി തിരിച്ചറിയുക. അവന്റെ ആനന്ദത്തിന്റെ സൂചിക മാറ്റിപ്പിടിക്കേണ്ട സമയമായി. ചെറിയ വീട്ടിലാണെങ്കിലും ചെറിയ സംവിധാനങ്ങളാണെങ്കിലും അന്യന്റെ വീട്ടിൽ നിന്ന് കടം വാങ്ങി ഉണ്ടാക്കുന്ന പൂങ്കാവനത്തെക്കാൾ, പൂന്തോട്ടത്തെക്കാൾ എത്രയോ വലുതാണ് സ്വന്തം കാശ് കൊടുത്ത് സ്വന്തമായി ഉണ്ടാക്കുന്ന തുളസിത്തറ എന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹം എന്നാണ് ഇനി ഇവിടെ ഉണ്ടാവുക. എല്ലാവരും ഗൗരവമായി ഇത് ആലോചിക്കേണ്ട കാലമായി.